ഗൈസ്, ഇന്ന് സ്കിന്നൊക്കെ പ്രെപ്പ് ചെയ്ത് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും മേക്കപ്പ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചിരുന്നതാണ്, പക്ഷേ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ മനസ്സിലൊരു ഐഡിയ കിട്ടണില്ല. ഓൾറെഡി ഞാൻ ഗ്ലാം ലുക്കും പിന്നെ ഓഫീസ് മേക്കപ്പ് ലുക്ക്, കോളേജിലേക്ക് വരേണ്ടത് എവരി ഡേ, അങ്ങനത്തെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാമെന്ന് അറിയാണ്ട് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നോ മേക്കപ്പ് ലുക്ക് ചെയ്യാന്ന് വെച്ചത്. അതായത് മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ചെയ്തിട്ടില്ലേ? ഇല്ല. അങ്ങനെ ചെയ്യാനാണെന്ന് വിചാരിക്കണത് കേട്ടോ. എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകണം. അതായത് നോ മേക്കപ്പ് ലുക്ക് വീഡിയോ കാണാം. ഓൾറെഡി ഞാൻ സ്കിന്നൊക്കെ പ്രെപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൺസീലർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യം തന്നെ കൺസീൽ ചെയ്യാനായിട്ട് ഞാനിവിടെ മാക്കിൻ്റെ പാലറ്റാണ് എടുക്കണത് കേട്ടോ. നമ്മൾ നോ മേക്കപ്പ് ലുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് മേക്കപ്പ് ചെയ്ത പോലെ അറിയരുത്. അതാണ് അതിൻ്റെ ഒരു സീക്രട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൂൾ എന്ന് പറയണത്. അപ്പം ഞാനിവിടെ ജസ്റ്റ് എനിക്ക് ഇന്നാള് ജങ്ക് ഫുഡ്സ് കഴിച്ചിട്ട് എന്താ പറയുക, കുരു വന്നു. ഓയിലി സ്കിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ. അപ്പം പിന്നെ കുരു ഇങ്ങനെ കാത്തിരിക്കുക, നീ കടയിൽ നിന്ന് പോയി ഫുഡ് കഴിക്കില്ല, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പൊറോട്ടയും അൽഫാമും അങ്ങനെ കുറച്ച് മാമൻ്റെ കൂടെ പോയി നിന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം ജങ്ക് ഫുഡ്സ് ഞങ്ങളെല്ലാവരും കൂടി പോയി കഴിച്ചായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഈ കുരു, പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ കുരുക്കൾ. അതിനെ മറയ്ക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ മാക്കിൻ്റെ കൺസീലർ പാലറ്റിൽ നിന്ന് ഒരു ഷെയ്ഡ്, കുറച്ച് ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട്, പിള്ളയിൽ ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട് ഇവിടെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ജസ്റ്റ് തൊട്ടപ്പോൾ തന്നെ ആ ഇരുണ്ടിരുന്ന് ആ പിമ്പിളിന് ഒന്ന് എൻ്റെ ഷെയ്ഡായിട്ടൊന്ന് എന്താ പറയുക മാച്ചായി. ഇനി ഒരു ഡാർക്ക് ഷെയ്ഡ് തോന്നുന്നത് എവിടെയാണ്? ഈ ഒരു സെക്ഷനിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് തോന്നുന്നത്. എനിക്കറിയില്ല ഈ വര എങ്ങനെയാ വന്നത്. എൻ്റെ കവളിൽ ഈ ഭാഗത്ത് ഉണ്ടാവും ഇങ്ങനെ ഒരു വര. ഇത് എന്ത് വരയാണോ? അണ്ണാനൊക്കെ മുതുകത്ത വര. എനിക്ക് ഇവിടെ ഒരു വര. ഇത് അടി കിട്ടിയതൊന്നും ഇല്ല കേട്ടോ. ഇത് എന്ത് വരയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ സത്യം പറയുകയാണെങ്കിൽ. കണ്ണ് കുറച്ച് ഡാർക്ക് ഷെയ്ഡായിട്ട് ഇരിക്കുന്നുണ്ട്. ഡാർക്ക് സർക്കിൾ എന്താ പറയണേ, നേരത്തെ കാലത്തൊക്കെ കിടന്ന് ഉറങ്ങണമെന്ന്, അല്ലെങ്കിൽ ഇതുപോലെ കണ്ണൊക്കെ കറുത്ത് വരും. ഓക്കെ അല്ലേ? നന്നായി അടിച്ച് പരത്തി കുഴച്ച് വെക്കണം. സോറി, നന്നായി ബ്ലെൻഡ് ചെയ്യണം. എസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഞാനൊരു പ്രൊഫഷണൽ ആണല്ലോ, അപ്പം നമ്മൾ സഭ്യമായ ഭാഷയിൽ സംസാരിക്കണം. ഓക്കെ, സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ കെ ബ്യൂട്ടിൻ്റെ പൗഡർ ജസ്റ്റ് ആ കൺസീൽ ചെയ്ത ഭാഗത്ത് മാത്രം 1 2 ഇപ്പം മതി, വെറുതെ ഒന്നാക്കി കൊടുത്തു. ഇനി ആ കൺസീലർ പുറത്ത് വരില്ല ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ചെയ്യണത് നോ മേക്കപ്പ് ലുക്ക് അല്ല, അതുകൊണ്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്തില്ല എന്ന്. അല്ല ഗൈസ്, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, എൻ്റെ നാർസിൻ്റെ ഫൗണ്ടേഷനാണ്. ഷെയ്ഡ് വന്നിട്ട് മെക്കാവോ. ഇതിലെനിക്ക് മിക്സ് ചെയ്യേണ്ടി വരില്ല, കാരണം ഇത് ഡസ്കി സ്കിന്നിന് പറ്റിയതാണ്. എനിക്ക് പക്കാ മാച്ചായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഈ ഫൗണ്ടേഷൻ കൈമയാണ് എടുത്തുള്ളത്. അതിന് പറ്റിയ ഒരു ഫൗണ്ടേഷൻ ബ്രഷ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഡോട്ട് 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 ഡോട്ട്. എനിക്ക് വട്ടാന്ന് വിചാരിക്കുന്നുണ്ടോ ഗൈസ്? വട്ടല്ല, നമ്മളിങ്ങനെയൊക്കെയാണ് സ്വയം എൻ്റർടൈൻ ചെയ്യേണ്ടത്. കഴുത്തിലും കൂടി ഇടാൻ മറക്കരുത്. നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നാർസിൻ്റെ ഫൗണ്ടേഷൻ്റെ ഒരു ഫിനിഷിങ് കണ്ടോ? സംഭവം ആ ബോട്ടിലിന് ഞാൻ ഇപ്പോൾ കാണിച്ച ആ ബോട്ടിലിന് വന്നിട്ട് 4800 സംതിങ് ഉണ്ട്. ഈ ഒരു ബോട്ടിലിന് 4800 രൂപയാണ് എൻ്റെ ഓർമ്മയിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയണത്. പക്ഷേ വർത്താണ്, പ്രത്യേകിച്ച് ഈ ബ്രൈഡ്സിനൊക്കെ ചെയ്യുമ്പം ഗ്ലാസ് സ്കിൻ കൊടുക്കാനും അല്ലെങ്കിൽ ഒരു ഫുൾ കവറേജ് മേക്കപ്പിനും നാർസിൻ്റെ ഫൗണ്ടേഷൻ അടിപൊളിയാണ് കേട്ടോ. ഞാൻ കുറച്ച് PCOS ഒക്കെ ഉള്ളവർക്ക് അറിയാം, കഴുത്തിൽ ഇതുപോലെ കറുത്തിരിക്കും. എന്തെങ്കിലും അധികം ഉണ്ടോ നോക്കിയാൽ? ഇല്ലല്ലോ, നല്ലൊരു കവറേജ് കിട്ടിയിട്ടില്ലേ? ഫൗണ്ടേഷൻ എന്തെങ്കിലും അധികം ഉണ്ടോ? ഇല്ല, എനിക്കറിയാം. ഞാനല്ല ഇടുന്നു, ആരാടുന്നു? നീതു. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ സെയിം കൺസീലർ സെറ്റ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഈ ഫൗണ്ടേഷനും കൂടി സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ.
അടുത്തത് ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സ് ഇറ്റ്, അതായത് ഇതുവരെ ചെയ്ത മേക്കപ്പിനെ ഫിക്സ് ചെയ്യാനായിട്ട് മാക്കിന്റെ ഫിക്സ് ഇറ്റ് യൂസ് ചെയ്യാണ് കേട്ടോ. ജസ്റ്റ് ഫേസിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത് കണ്ടോ, ഇതടിക്കുമ്പോൾ തന്നെ മുഖത്തൊരു ഗ്ലോ ഒക്കെ വരും കേട്ടോ. ആ ഫൗണ്ടേഷൻ കൺസീലൊക്കെ അങ്ങോട്ട് സെറ്റായി പോയിക്കോളും. ഇനി നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം. അടുത്തത് ഞാനുണ്ടല്ലോ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോ ഡിഫൈൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലത്തെ ഐബ്രോന്റെ മിഡിൽ കൊണ്ടുവച്ചിട്ട് ആർക്ക് ഡിഫൈൻ ചെയ്യുക, അടിക്ക് ഷേപ്പ് ചെയ്യുക, ബ്രഷ് എടുക്കുക, കണ്ടില്ലേ ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം. പൂരിക്കാൻ സെറ്റായി, ഇത്രയൊക്കെ മതി. എന്താന്ന് വെച്ചാ ഞാന് ചെറിയൊരു അപാകത ഉണ്ടായിരിക്കും, ബിക്കോസ് ഞാൻ ത്രെഡ് ചെയ്തിട്ട് കാലം കുറേ ത്രെഡ് ചെയ്യാനുള്ള മൂഡ് വന്നിട്ടില്ല എനിക്ക്. എന്താന്ന് വെച്ചാൽ അതിന്റെ പിന്നൊരു സ്റ്റോറി ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ത്രെഡ് ചെയ്യാൻ പോയപ്പം ഞാൻ കുറേ നന്നായി വളർന്നതിന് ശേഷമാണ് ത്രെഡ് ചെയ്യാൻ പോയത്. ത്രെഡ് ചെയ്തപ്പം ഒരെണ്ണം കോമയും ഒരെണ്ണം കുത്തും ആയിപ്പോയി. ഞാൻ വിചാരിച്ചു നന്നായി വളർന്നിട്ട് ഓൾറെഡി പുരികത്തിന് കുറച്ച് ഇവിടെ കൊഴിയുന്നുണ്ട്, പിന്നെ ഇനി എപ്പോഴെപ്പോഴും ചെയ്തിട്ട് വൃത്തികേടാക്കണ്ടെന്ന് വെച്ച് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പിരിവുക്കിനി വളരും, വളർന്നു കഴിഞ്ഞിട്ട് നല്ല ഭംഗിയിൽ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. എനിക്ക് ചൊറിച്ചിൽ കൈമേ കണ്ടോ, എന്തോ കടിച്ച് ചോന്നു പോയി. ഞാൻ മതി. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള മുട്ടങ്ങാച്ചി ഐഷാഡോ പാലറ്റ് എടുക്കുകയാണ്. കണ്ടില്ലേ, ഇതിലൊരു 10-42 കളറുണ്ട് ഗൈസ്. കറക്റ്റായിട്ട് എത്ര ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തോ 40+ ഉണ്ട് എന്തായാലും. സെയിം ഐഷാഡോ തന്നെ ഞാൻ ഇങ്ങോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അടുത്തുണ്ടല്ലോ ഞാൻ ജസ്റ്റ് ഒരു കാജൽ എഴുതി കൊടുക്കാൻ പോവാണ് കേട്ടോ. ക്യാബ്യൂട്ടിന്റെ കാജലാണ് കേട്ടോ. കണ്ണിന് വെള്ളം വരുന്നു, കണ്ണിന് തട്ടിയിട്ടൊന്നുമില്ല, എന്നാലും വെറുതെ വെള്ളം വരും ബേസ്. അങ്ങനത്തെ ഒരു കണ്ണൻ്റെ എന്താ ചെയ്യും. ചെറിയ ടൈലിട്ട് കൊടുത്തിട്ടുണ്ട്. ടൈലിൻ്റെ വീക്ക്നെസ് ആണ് ബേസ്. ടൈലിലാണ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ഭർത്താവിലാണ് ഞാൻ വേണമെങ്കിൽ ജീവിക്കും, പക്ഷേ കണ്ണിന് വാലില്ലാണ്ട് ഞാൻ ജീവിക്കില്ല. ജസ്റ്റ് കിഡിങ്. എൻ്റെ ഫേസ് അങ്ങോട്ട് ട്രാക്ക് ചെയ്യണില്ല എന്ന് ഒരു ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. സ്കൈൻ്റെ മസ്കാര ഇട്ടിട്ടൊന്ന് ഇതിൽ ക്യാമറയിൽ നോക്കിയാണെങ്കിൽ എനിക്ക് ഞാൻ വിവരം അറിയും. അത് നല്ല വോളിയം തോന്നിക്കുന്ന ഒരു മസ്കാരയാണത്, സ്കൈൻ്റെ കേട്ടോ. ഞാൻ ബ്രൈഡിനൊക്കെ യൂസ് ചെയ്യുന്നത് സ്കൈൻ്റെ മസ്കാരയാണ്. നമ്മുടെ നോക്കിയും കൊണ്ടും ചെയ്തില്ലെങ്കിൽ വിവരം അറിയും. ഇത് ഓവറായ നോ മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞിട്ട് മസ്കാര ഇട്ടപ്പോ ഭയങ്കരമായിട്ട് മേക്കപ്പ് പോലെ ചെയ്ത പോലെ തോന്നുന്നുണ്ട. അപ്പൊ ഇത്രേ ഉള്ളൂ. നമുക്കൊരു ലിപ്സ്റ്റിക് ഇട്ടിട്ടേ സംഭവം അവസാനിപ്പിക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു സ്വിസ് ബ്യൂട്ടീൻ്റെ ലിപ് ലൈനർ വെച്ചിട്ട് ഒരു വര വരയ്ക്കട്ടെ. എനിക്കിഷ്ടമായി. ചിലർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ മേക്കപ്പ് ചെയ്യാൻ തന്നെ പോകുമ്പോൾ ചില കുട്ടികൾക്കൊന്നും ചുണ്ടിന് ഷേപ്പ് മേലത്തെ ചുണ്ടില് ഇതിൻ്റെ ഈ കുഞ്ഞിക്കും ഉണ്ടല്ലോ ഇതുണ്ടാവില്ല. ഞാൻ അത് മെനക്കെട്ടിരുന്ന് വരയ്ക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഷേപ്പ് വരയ്ക്കാനായിട്ട്. ഇനി ഇതിനെ പറ്റി ഒരു ലിപ്സ്റ്റിക് ഇടണ്ടേ? ന്യൂഡ് ഷെയ്ഡ് വേണമല്ലേ? ഓക്കെ, ന്യൂഡ് ഷെയ്ഡ് വന്നിട്ട് ഈ പറഞ്ഞ കൊടുത്തല്ലോ. കറുത്തോ എന്നിട്ടപ്പോ വേറെ കളർ ഇട്ടാവണം. ലാസ്റ്റ് ഞാൻ നമ്പറിന്റെ ലിപ്സ്റ്റിക് തന്നെ പോവും. അതാണ് ഉണ്ടാവാൻ പോണത്. ഇത് കുറച്ചിട്ടാക്കാം. അടിപൊളി ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ഞാൻ പിന്നെ റിവ്യൂ ചെയ്യാം. ലിപ് ലൈനർ ഷോക്കാണ്. ലിപ് ലൈനർ ഞാൻ ചേഞ്ച് ആക്കട്ടെ കേട്ടോ, കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് ആക്കാം. കുളിപ്പിച്ച് കുട്ടി ഉണ്ടാവില്ല എന്ന് പറയണ മാതിരി ചുണ്ട് വരച്ചിട്ടുള്ള ഷേപ്പും കൂടി ഞാൻ കളഞ്ഞു തോന്നുന്നുണ്ട്. എന്നാല് തോറ്റു കൊടുക്കില്ല ഗൈസ്. ഓക്കെ ആയ ഒരു ഇതല്ല കൊള്ളാം, ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്പൊ ഇത്രയുള്ളൂ നോ മേക്കപ്പ് ലുക്ക് എന്ന് പറയണത്. കണ്ട എൻ്റെ മേക്കപ്പ്
ഞാൻ നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം മറന്നു പോയി, സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ. സെറ്റിംഗ് സ്പ്രേ ഞാനിവിടെ കേട്ടോ, ഗ്ലോമി, യൂറോ പാരീസിന്റെ ഗ്ലോമി എന്ന് പറയുന്ന സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. നല്ല ഗ്ലോ ചെയ്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അടിക്കാം. തെക്കോട്ടും വടക്കോട്ടും എങ്ങോട്ടൊക്കെ ഞാൻ അടിച്ചു, മുഖത്ത് മാത്രം വീണില്ല എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഞാൻ അത് ഉണക്കട്ടെ കേട്ടോ വീശിയിട്ട്. നമുക്ക് ബ്ലഷും ഹൈലൈറ്ററും ഒക്കെ ഇപ്പോൾ വേണമെങ്കിൽ ഇടാം. ഈ സെറ്റിംഗ് സ്പ്രേയുടെ കൂടെ ഇടാണെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും. ഞാൻ കുറച്ച് ബ്ലഷ് ഇടാം കേട്ടോ, അധികം അവനും പാടില്ല, എന്നാ ഇച്ചിരി ഇടാം. സെറ്റിംഗ് സ്പ്രേ സെറ്റ് ചെയ്യണം, എൻ്റെ അപ്പം സെറ്റായി പോയിക്കോളും. പിന്നെ നമ്മൾ ഒരു ഇൻഗ്ലോ കിട്ടണ മാതിരി തോന്നും. ഓക്കെ, കണ്ടില്ലേ ഫേസിന് മാറ്റം. ഇത്ര മതി ഇത് കണ്ട. അപ്പൊ ഇതാണ് എൻ്റെ നോ മേക്കപ്പ് ലുക്ക് എന്ന് പറയണത്. നിങ്ങൾ തന്നെ കണ്ടില്ലേ എന്തോരം സാധനങ്ങൾ ഞാൻ ഒന്ന് ഫേസിലിട്ടോന്ന്. പക്ഷേ അധികം മേക്കപ്പ് ചെയ്യാത്ത മാതിരി ഭയങ്കര നല്ല ഭംഗിയല്ലേ ഇരിക്കണത്. നിങ്ങൾ പുരികം മാത്രം സ്കിപ്പ് ചെയ്തൊക്കെ ഇട്ടാ, എന്താ വെച്ചാൽ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. അതിനാരും തന്നെ ആട്ടരുത് കമന്റിൽ. ഓക്കെ അല്ലേ? പൊട്ട് ഞാൻ തൊടുന്നില്ല, എനിക്ക് പൊട്ട് തൊടാൻ ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ നോ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്? നന്നായിട്ടുണ്ടോ? ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ലുക്ക് വന്നിട്ട്. മുടി ആസ് യൂഷ്വൽ എനിക്ക് അങ്ങനെ കെട്ടണമെന്ന് അറിഞ്ഞോളാം, അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് നോ മേക്കപ്പ് ലുക്ക് ആയോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുക ഓരോ കാര്യങ്ങളും. മേക്കപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ, മേക്കപ്പ് ചെയ്യാൻ അറിയാത്തവരും ഇങ്ങനെ ഓരോന്ന് പരീക്ഷ ചെയ്ത് പഠിക്കുക. അപ്പം മേക്കപ്പ് ലുക്കും ഗ്ലാം ലുക്കും ഹെവി മേക്കപ്പ് ലുക്കും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. വീഡിയോ തുടങ്ങാനായിട്ട് മുന്നേ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഒരു മ്ലാനതയിൽ ഇരിക്കുകയായിരുന്നു. ചെയ്ത് തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഓക്കെ, നോ മേക്കപ്പ് ലുക്ക് സക്സസ് ആയി എന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മേക്കപ്പ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെല്ലൈക്കൺ അമർത്തി എൻ്റെ കൂടെ കൂടാൻ മറക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ, എന്നിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.